ചെയ്യുന്നത്. കാരണം നിങ്ങൾ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കാൻ? മനസ്സിലായില്ലേ? അതായത് വിശ്വസിച്ചിട്ടില്ല. കാരണം ഓസിയുടെ ഒരു മാസം ബിസിനസ്സിന് എത്ര കിട്ടുന്നത് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. അതിന്റെ പകുതിയാണ് 5 ലക്ഷം. ഇതാരാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? വിനിതയാണ് ആദ്യം വന്നത്. ശരി, എത്ര നാൾ മുമ്പാണ് ഇത് ആദ്യം അടിച്ചത്? ആ ടൈം ലൈൻ പറയും. നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ? സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും എന്ന് ചോദിക്കുന്നത്. എനിക്കറിയില്ല, പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു. ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ചെയ്തത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആയപ്പോ നിങ്ങൾ വിചാരിച്ചാണ് എന്തായാലും ഇത്ര ഇൻകം വരുമല്ലേ, കൂടി എടുക്കാന്ന് വിചാരിച്ചാണ് അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി, കുറ്റബോധം തോന്നിയോ? എന്നിട്ടാണോ ചെയ്തുകൊണ്ടിരുന്നത്? ദിയ ചേച്ചി പലപ്പോഴും ഷോപ്പിൽ വരാറില്ല, പലപ്പോഴും അല്ല ദിയ ചേച്ചി വരാറില്ല. ദിയ ചേച്ചി എപ്പോഴും ട്രിപ്പിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ദിയ ചേച്ചി അത് കുഴപ്പമില്ല, എൻ്റെ ഡെലിവറി കഴിയുന്നവരെങ്കിലും നിങ്ങൾ നിൽക്കണം, അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ സ്റ്റാഫിനെ നോക്കിക്കോളാം, അതുവരെ നിങ്ങൾ എനിക്ക് സമയം തരണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ വീണ്ടും അവിടെ പിടിച്ചു നിന്നത്. അപ്പം നമ്മൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം, ജാതീയമായിട്ട് അധിക്ഷേപിക്കുന്നത്, മറ്റു ആൾക്കാരുടെ അടുത്ത് നമ്മളെപ്പറ്റി കുറ്റം പറയുന്നത്. ഞങ്ങൾ ഓഫീസിൽ വെച്ച് ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങൾ ജോലിക്ക് വരുന്നില്ല. അപ്പോൾ ദിയ ഞങ്ങളുടെ ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ പേയ്മെൻ്റ് ഒക്കെ മേടിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ട് കസ്റ്റമറിൻ്റെ നിന്ന് കളക്ട് ചെയ്യും, എന്നിട്ട് ഞാൻ നിങ്ങൾക്കെതിരെ തെഫ്റ്റ് കേസ് ഫയൽ ചെയ്യുമെന്ന് എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ട് എന്റെ കയ്യിലുണ്ട്. ദിയ ചേച്ചി ആദ്യം അത് പറഞ്ഞാണ് തുടങ്ങുന്നത്. മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ.